നമുക്ക് ബേക്കറിയിലൊക്കെ കിട്ടുന്ന കുക്കീസ് അഥവാ ബിസ്ക്കറ്റില്ലേ അതൊന്ന് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള റെസിപ്പിയാണ്. നല്ല അതേ സെയിം ടെക്സ്ചർ തന്നെ കിട്ടുന്നുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതിനായിട്ട് ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ബൗളിലേക്ക് 1.5 കപ്പ് മൈദ, 1.5 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. ഇനി ഒരു 1/2 കപ്പ് ക്രഷ്ഡ് കാഷ്യൂ നട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 3/4 കപ്പ് പഞ്ചസാര പൊടിച്ചത് ഷുഗർ പൗഡർ ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് ഒരു 1/4 ടീസ്പൂൺ ഉപ്പാണ്. ഉപ്പ് കൂടിപ്പോരുത്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ. ഇതെല്ലാം കൂടി ഒന്ന് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു അരിപ്പയിലൂടെ അരിച്ചെടുക്കുകയും ചെയ്യാം. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ വനില എസൻസ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/2 കപ്പ് വെജിറ്റബിൾ ഓയിൽ വേണം. അത് കുറേശ്ശായി ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് കുഴച്ചെടുക്കണം. ഒരുപാട് അങ്ങ് കുഴക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഈ ഓയിൽ ഇതിലേക്ക് നന്നായിട്ടൊന്ന് മിക്സ് ആകുന്നവരെ കുഴച്ചാൽ മതി. ഫുള്ളായിട്ട് ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. അങ്ങനെ നമ്മുടെ ഡോ റെഡി ആയിട്ടുണ്ട്. ഇതിൽ നിന്നും സാമാന്യം വലിയൊരു ഉരുള എടുക്കുക. എന്നിട്ട് ഇതുപോലെ കൈവെള്ളം വെച്ച് ഉരുട്ടിയെടുക്കുക. എന്നിട്ട് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഒരുപാട് അങ്ങ് പ്രസ് ചെയ്യരുത്. ഇതുപോലെ പ്രസ് ചെയ്താൽ മതി. എങ്കിൽ മാത്രമേ നമ്മൾ ആ ബേക്കറിയിലൊക്കെ കാണുന്ന ആ കുറച്ച് വലിപ്പത്തിലുള്ള ബിസ്ക്കറ്റില്ലേ ആ ഒരു ഷേപ്പിൽ കിട്ടും. അങ്ങനെ എല്ലാം ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ? ഇനി നമുക്ക് വേണ്ടത് ഒരു മുട്ടയുടെ വെള്ളയാണ്. അത് നല്ലതുപോലെ സ്പൂൺ കൊണ്ട് നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അത് ഇതിൻ്റെ മുകളിലേക്കൊന്ന് ബ്രഷ് ചെയ്ത് വയ്ക്കും. എല്ലാ ബിസ്ക്കറ്റിൻ്റെ മേലെയും നല്ലതുപോലെ ബ്രഷ് ചെയ്യുക. ഇത് നല്ലൊരു കളർ കൊടുക്കും ഇതിൻ്റെ മുകളിൽ. ഇനി കുറച്ച് കാഷ്യൂ നട്ട് പൊടിച്ചത് ഇതിൻ്റെ മേലെ വിതറി കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് നിർബന്ധമൊന്നുമില്ല, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. ഇനി പ്രീ ഹീറ്റ് ചെയ്ത ഓവണിൽ 180 ഡിഗ്രി പ്രീ ഹീറ്റഡ് ഓവണിൽ 15 മുതൽ 20 മിനിറ്റ് വരെ ബേക്ക് ചെയ്തെടുക്കാം. അങ്ങനെ 20 മിനിറ്റ് കൊണ്ട് ബേക്കായിട്ടുണ്ട്. മുകൾ ഭാഗം നല്ല ബ്രൗൺ കളറായിട്ടുണ്ട്. ഇതിപ്പോൾ നല്ല സോഫ്റ്റാണ്. കുറച്ച് തണുത്ത് കഴിയുമ്പോൾ നല്ല കറക്റ്റ് പാകത്തിൽ കിട്ടും. അങ്ങനെ നമ്മുടെ കുക്കീസ് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. തണുത്ത് കഴിഞ്ഞിട്ട് നമുക്കിത് നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള പാത്രത്തിൽ സൂക്ഷിച്ച് വെക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്ലേവർ ഇതിന് കൊടുക്കാം. ഞാനിവിടെ വനില എസൻസാണ് ചേർത്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കാർഡമം പൗഡർ അതുപോലെ സിന്നമൺ പൗഡർ ഏത് വേണമെങ്കിലും കൊടുക്കാം. അതുപോലെ പീനട്ട്സ്, ബദാം അങ്ങനെ ഏത് നട്ട്സ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ആ സബ്സ്ക്രൈബ് ബട്ടണും ബെല്ലൈക്കണും ഷെയറും കമൻറ്റ്സും ഒക്കെ ഒന്ന് ചെയ്യണേ. താങ്ക് യു. അസ്സലാമു അലൈക്കും.